സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചേമ്പിൻതാൾ കറിയാണ്. ഈ കറിക്കിടകത്തിൽ ചേമ്പിൻതാൾ കൊണ്ട് നല്ല അടിപൊളി രീതിയിലൊരു കറി നമുക്ക് തയ്യാറാക്കിയാലോ? ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. 2 തണ്ട് ചേമ്പിൻതാളാണ് ഞാൻ കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇതേ കഷ്ണങ്ങളാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. കറിക്കായിട്ട് എടുക്കുമ്പോൾ കൂമ്പുതാളാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം. ഈ രീതിയിൽ തൊലി ചീന്തി കളയണം. അതിനുശേഷം 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കണ്ട, കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം താളായതുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നൊന്നും കാണത്തില്ല. താളിന് ഒരു ചെറിയ കറ പോലുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. കൂമ്പുതാളിനുള്ളിൽ ഇതുപോലെ ഇല കാണും, അത് കളയണ്ട, അതും കറിക്കകത്ത് തന്നെ ചേർക്കാവുന്നതാണ്. താള് കറി വെക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ വെക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ചട്ടിയിലോ മറ്റേത് പാത്രത്തിൽ വേണമെങ്കിലും കറി വെക്കാവുന്നതേ ഉള്ളൂ. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന താളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് പുളി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുക്കറിലല്ല വെക്കുന്നതെങ്കിൽ താളെ ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം പുളി ചേർത്ത് കൊടുത്താൽ മതി. ഇനി താളെ വെന്ത് കിട്ടുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് 1 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. താള് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമായ 3 പച്ചമുളകും 3-4 കഷ്ണം ചുവന്നുള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നതിനാവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോകാതെ നോക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരണം. ഈ രീതിയിൽ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒട്ടും കൂടിപ്പോയിട്ടുമില്ല. കുക്കറിലെ എയറെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് കുക്കറിൽ താള് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയെടുത്ത ശേഷം മാത്രമേ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ കത്തിച്ച് അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റോളം നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 3 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് താള് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് ചേർത്ത് കൊടുത്തിട്ട് കറി തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നിസ്സാരമായിട്ട് കളയുന്ന താള് കൊണ്ട് എത്ര രുചികരമായ രീതിയിൽ കറി വെക്കാൻ പറ്റുമെന്നോ. നിങ്ങളും ഇതുപോലെ താള് കൊണ്ട് കറി വെച്ച് നോക്കണേ. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി നമ്മൾക്ക്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ താള് കറിക്ക്. താളുകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.